ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയിലേക്കാണ് നമ്മൾ ഇന്ന് ശ്രദ്ധ ചെലുത്തുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെയാണ് പറഞ്ഞത്: വി വിൽ മേക്ക് ഇറ്റ് ടു കിങ്ഡം, വി വിൽ പ്രിപ്പയർ ദ വേ ഫോർ മെസായ. നമ്മൾ ഒരു രാജ്യം പ്രാപിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മശിഹയുടെ വരവിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ആരാണ് മശിഹ? മശിഹ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ രക്ഷകനാണ്. യഹൂദന്മാർ കാത്തിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. മശിഹയുടെ അപ്പിയറൻസ്, പ്രത്യക്ഷത എന്നുള്ളത് യഹൂദന്മാരുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള കാത്തിരിപ്പാണ്. അവർ അത് ദൈവവചനത്തിൽ നിന്നും ഗ്രഹിച്ചെടുത്ത മർമ്മമാണ്. ദൈവവചനത്തിലൂടെ ദൈവം അവരോട് അരുളി ചെയ്ത വാഗ്ദത്തമാണ്. നിങ്ങളെ പരിപൂർണമായും രക്ഷിക്കുകയും റെസ്റ്റോർ ചെയ്യുകയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും മടക്കിത്തരികയും ചെയ്യുന്ന മശിഹ നിങ്ങളുടെ ഇടയിൽ വരും എന്നുള്ളത് ദൈവവചനത്തിലൂടെ യഹൂദന്മാർ മനസ്സിലാക്കിയ കാര്യമാണ്. അവർ അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നടത്തിയ പ്രസ്താവന അതുതന്നെയാണ്. മശിഹയുടെ വരവിന് വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്യുന്നത്. മശിഹ വരും, നമ്മുടെ രാജ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. മശിഹ എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദി അനോയിൻറ്റഡ് വൺ അഥവാ അഭിഷക്തൻ എന്നുള്ള പദമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അനോയിൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഭിഷക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മശിഹ എന്ന് പറയുന്ന ആ ഒരു ഇമേജ്, ആ ഒരു പേഴ്സണാലിറ്റി. മശിഹ വരുന്ന സമയത്ത് അവർക്കൊരു പുതിയ യുഗം ഇനാഗ്രേറ്റഡ് ആകും. അവർക്കൊരു പുതിയ യുഗം അവരുടെ മുൻപിൽ തുറന്ന് നൽകപ്പെടും. ഒരു മെസായാനിക് ഏജ് അഥവാ മശിഹൈക യുഗം എന്ന് പറയുന്ന ഒരു യുഗം തന്നെ അവരുടെ മുൻപിൽ തുറക്കുകയായി. ഈ വാഗ്ദത്തം അല്ലെങ്കിൽ ഈ ചിന്ത പ്രധാനമായും യഹൂദന്മാർക്ക് ലഭ്യമായത്, അല്ലെങ്കിൽ അവരത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആവശ്യകത അവരുടെ ഇടയിൽ വന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയും ഇരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയും യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയുമാണ്. പ്രത്യേകിച്ച് അവരുടെ രാജ്യവും അവരുടെ സകലതും നഷ്ടപ്പെട്ട് പ്രവാസികളായിരുന്ന സമയത്താണ് ഒരു മശിഹയുടെ വരവിന് വേണ്ടി അവർ അധികം കാത്തിരുന്നത്. ഒരു ഭക്തിയുള്ള യഹൂദൻ ദിവസം കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അവരുടെ യഹൂദ രാജ്യം യഥാസ്ഥാനപ്പെടുന്നതിനു വേണ്ടിയും മശിഹയുടെ വരവിന് വേണ്ടിയും പ്രാർത്ഥിക്കുക പതിവാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമമായ കാത്തിരിപ്പ് എന്ന് പറയുന്നത് മശിഹ അഥവാ ദി അനോയിൻറ്റഡ് വൺ, അഭിഷക്തൻ്റെ വരവാണ്. ഈ മശിഹയ്ക്ക് ചില യോഗ്യതകളുണ്ട്. അതുമാത്രമല്ല, ഈ മശിഹയ്ക്ക് ചില ശുശ്രൂഷകളുണ്ട്. ഈ മശിഹയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ടാസ്ക്, ജോലി എന്ന് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത് ചിതറിപ്പോയ യഹൂദന്മാരെ ഒന്നിച്ചാക്കുക എന്നുള്ള ദൗത്യമാണ്. യഹൂദന്മാരുടെ നീതി കോടതികളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവർക്ക് നഷ്ടപ്പെട്ട നീതി കോടതികളുണ്ട്, ജസ്റ്റിസ് സിസ്റ്റമുണ്ട്. അതിനെ പരിപൂർണമായും റെസ്റ്റോർ ചെയ്യുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുഷ്ടതയെ അഥവാ വിക്കഡ്നെസ്സിനെ അവസാനിപ്പിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുരുപദേശങ്ങളെയും വചനവിരുദ്ധമായ സകല കാര്യങ്ങളെയും അബോളിഷ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണം കെട്ടുറപ്പുള്ളതാക്കുക. അത് അവരുടെ ഹൃദയത്തിൽ വരത്തക്ക രീതിയിൽ അതിനെ ഉറപ്പിക്കുക. അടുത്ത ഒരു ദൗത്യം എന്ന് പറയുന്നത് നീതിമാന്മാരായവർക്ക് പ്രതിഫലം നൽകുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. മറ്റൊരു ദൗത്യം എന്ന് പറയുന്നത് യെരുശലേം പട്ടണവും യെരുശലേം ദേവാലയവും പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഈ മശിഹ എന്ന് പറയുന്ന ഒരു വ്യക്തി മനുഷ്യനായിരിക്കണം, മനുഷ്യനിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരിക്കണം. മനുഷ്യനായാൽ മാത്രം പോരാ, ഒരു യഹൂദനായിരിക്കണം, കറകളഞ്ഞ യഹൂദൻ. കറകളഞ്ഞ യഹൂദൻ എന്ന് പറയുമ്പോൾ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നവനായിരിക്കണം. അതുമാത്രമല്ല, ദാവീദിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വന്ന വ്യക്തിയായിരിക്കണം. ഈ മശിഹയെ അവർ വിളിക്കുന്നത് തന്നെ മെസായ ബെൻ ഡേവിഡ് എന്നുള്ളതാണ്. അതായത് ദാവീദിൻ്റെ പുത്രനായ അഭിഷക്തനായ മശിഹ എന്നാണ് അവർ വിളിക്കുന്നത് തന്നെ. പരിപൂർണമായും ഒരു യഹൂദനായി ജനിച്ച് ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ ദാവീദിൻ്റെ പുത്രന്മാരിൽ ഒരാളായി ജനിക്കപ്പെടുന്ന ഈ മശിഹ യഹൂദന്മാരുടെ ദേവാലയത്തിലെ സകല ശുശ്രൂഷകളെയും റെസ്റ്റോർ ചെയ്യും. ദേവാലയത്തിൽ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും ഈ മശിഹയുടെ വരവിനോടുകൂടെ അത് യഥാസ്ഥാപനത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. യെരുശലേം പണിയുക, യെരുശലേം ദേവാലയം പണിയുക, യെരുശലേം ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളെ റെസ്റ്റോർ ചെയ്യപ്പെടുന്ന യഹൂദനായ ദാവീദിൻ്റെ പുത്രനായ മശിഹ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഹി വിൽ ബി എ കരിസ്മാറ്റിക് ലീഡർ. അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന, അവരെ അവരുടെ സകല ബോണ്ടേജസിൽ നിന്നും വിടുവിക്കുന്ന, അവരെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും റെഡീം ചെയ്യുന്ന ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള, ഒരു വളരെ ശക്തിയുള്ള, ജനങ്ങളെ അത്രയധികം സ്വാധീനിക്കുന്ന, ജനങ്ങളെ വീണ്ടെടുക്കുവാൻ അവരുടെ ഹൃദയങ്ങളിൽ വെളിച്ചത്തിൻ്റെ വിത്ത് പാകുന്ന മശിഹയുടെ ശുശ്രൂഷയുടെ കരിസ്മാറ്റിക് ആസ്പെക്റ്റിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമൂഹത്തെ ആകമാനം മാറ്റുന്ന ഈ കരിസ്മാറ്റിക് ലീഡറിൻ്റെ ആഗമനത്തിനു വേണ്ടി, മശിഹയുടെ ആഗമനത്തിനു വേണ്ടി അവർ കാത്തിരിക്കുന്നു. മീഖായുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മശിഹ ജനിക്കുന്നത് ബേത്ലഹേമിൽ ആയിരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മശിഹ ഒരു കന്യകയിൽ ഭൂജാതനാകണം. ആവർത്തനം 18-ൽ പറയുന്നത് പോലെ മോശയെപ്പോലുള്ള ഒരു പ്രവാചകനായിരിക്കണം ഈ മശിഹ. സങ്കീർത്തനം 110-4 പറയുന്നത് പോലെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള അതുപോലെയുള്ള ഒരു മഹാപുരോഹിതനായിരിക്കണം ഈ മശിഹ എന്ന് അവർ വിശ്വസിക്കുന്നു. യെശയ്യാവ് 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ഈ മശിഹ ഒരു രാജാവായിരിക്കണം. ഹി മസ്റ്റ് ബി എ കിങ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, യഹൂദന്മാർ ഒരുപക്ഷെ അവഗണിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ മശിഹയുടെ പ്രധാനപ്പെട്ട യോഗ്യതകളിൽ ഒന്ന് എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം മുഴുവനും പറയുന്നത് പോലെ ഈ മശിഹ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്, ഒരു സഫറിംഗ് മെസ്സായ ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഈ മശിഹയെക്കുറിച്ചുള്ള ഒരു യോഗ്യത. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഈ മശിഹയുടെ വരവിന് വേണ്ടിയുള്ള ഒരു മിലിറ്ററി ആക്ഷനായിട്ട് നമ്മളിതിനെ കണക്കാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ കാത്തിരിക്കുവാനായി യഹൂദന്മാരോട് പറയുകയാണ്, ഈ കയോസിൻ്റെ നടുവിൽ, ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു മശിഹയുടെ വെളിപ്പാടുണ്ടാകും. ആ മശിഹയ്ക്ക് വേണ്ടി നാം ഒരു ജനമായി കാത്തിരിക്കണം. ഈ മിലിറ്ററി ആക്ഷനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത് ഒരു മശിഹയുടെ വരവിന് വേണ്ടി എന്നുള്ള നിലയിലുമാണ്. അവിടെയാണ് യഹൂദന്മാർക്ക് തെറ്റുപറ്റിയത്. യഹൂദന്മാർ മനസ്സിലാക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ചരിത്രത്തിൽ വെച്ചും അവർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം, യഹൂദന്മാർക്ക് കൈമോശം വന്നുപോയ ആ ഒരു കാര്യം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ തന്നെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മശിഹ അഥവാ അഭിഷക്തനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് യഹൂദന്മാരുടെ ചരിത്രത്തിലും അവരുടെ പുസ്തകത്തിലും അവരുടെ പ്രതീക്ഷകളിലും അവർ വെച്ചു പുലർത്തുന്ന സകല എക്സ്പെക്റ്റേഷൻസും പ്രതീക്ഷകളും പരിപൂർണമായും 100% ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച ദൈവത്തിൻ്റെ മശിഹയാണ് യേശു ക്രിസ്തു എന്നുള്ളത് യഹൂദന്മാർക്ക് മനസ്സിലാകാതെ പോയി. യേശുദന്മാർ യേശു കർത്താവിനെ അംഗീകരിക്കുവാൻ തയ്യാറായില്ല എന്നുള്ളത് മാത്രമല്ല, പരീശന്മാരും യഹൂദന്മാരുടെ സകല കമ്മിറ്റികളും സഭകളും ഒരുമിച്ച് കൂടി യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കുക കൂടെ ചെയ്തു. അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ക്രിമിനലായ ബറബാസിനെ അവരുടെ ഇടയിൽ ജീവിക്കുവാൻ അനുവദിച്ച് യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ് യഹൂദന്മാരുടെ കോടതി 2000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത്. അവർ മശിഹയെ തിരസ്കരിച്ചു എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു യഹൂദന്മാരുടെ മശിഹയായിരുന്നു, യഹൂദന്മാരുടെ പ്രതീക്ഷയായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷയർപ്പിക്കുന്നതുമായ ആ മശിഹ യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് യഹൂദന്മാർക്ക് ഇപ്പോഴും മനസ്സിലാകാതെ ഇരിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ യഹൂദന്മാർ അത് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്. അവർ യേശു കർത്താവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു. യേശു കർത്താവിൻ്റെ വിലാപ്പുറം കുത്തി തുറന്ന അവർ തന്നെ, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കി ഈ യേശുവിനെ ആയിരുന്നുവല്ലോ ഞങ്ങൾ ക്രൂശീകരിച്ചത് എന്ന് യഹൂദന്മാർ ഒരു രാജ്യമായി ഏറ്റുപറയുന്ന ഒരു കാലഘട്ടം യഹൂദന്മാരുടെ മുൻപിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് അവർ മശിഹയായി തെറ്റിദ്ധരിക്കുന്ന
ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ഒരു കള്ള മശിഹയുണ്ട്. ആ കള്ള മശിഹയുടെ പേര് എതിർ ക്രിസ്തു എന്നുള്ളതാണ്. എതിർ ക്രിസ്തുവിൻ്റെ എഗ്രിമെൻ്റ് അവരുടെ മുൻപിൽ വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുവാൻ പോകുന്ന മശിഹയാണ് ഈ എതിർ ക്രിസ്തു എന്ന് അവർ തെറ്റിദ്ധരിച്ച് എതിർ ക്രിസ്തുവിനോടുകൂടെ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് എതിർ ക്രിസ്തുവിൻ്റെ എല്ലാ അവഗണനകളും ഏറ്റുവാങ്ങുവാൻ പോകുന്ന അതിദയനീയമായ സംഭവത്തിലൂടെ യഹൂദന്മാർ അവരുടെ യാത്ര തുടങ്ങുവാനായി പോവുകയാണ്. യഹൂദന്മാർക്ക് തൊട്ടടുത്ത് കിട്ടുവാൻ പോകുന്നത് 7 വർഷം അവരെ ഭരിക്കുവാനായി പോകുന്ന, അവരെ അടിച്ചമർത്തി ഭരിക്കുവാനായി പോകുന്ന എതിർ ക്രിസ്തു എന്ന് പറയുന്ന കള്ള മശീഹ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിന് ശേഷം അവർ മശീഹയുടെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയും ദൈവസന്നിധിയിലേക്ക് കരയുകയും നെടുമ്പാട് വീണ് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്ത് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വത്തിൽ യഹൂദന്മാരുടെ മശിഹ ആയി മാത്രമല്ല, എന്നാൽ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി പ്രതീക്ഷയർപ്പിച്ച സകലരുടെയും രാജാതിരാജാവും കർത്താതികർത്താവും മഹാപുരോഹിതരും പ്രവാചകനുമായി ഈ ഭൂമിയിൽ വാഴും എന്നുള്ളത് തന്നെയാണ് ഈ ചരിത്രത്തിൻ്റെ അവസാനം, ഈ കാലഘട്ടത്തിൻ്റെ അവസാനം നടക്കുവാനായി പോകുന്നത്. യഹൂദന്മാർക്ക് തെറ്റുപറ്റിയത് പ്രധാനമായും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ ആ ഒരു വേദഭാഗമാണ്. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ മശിഹ ഒരു സഫറിങ് മശിഹയായിരിക്കും. ഈ മശിഹ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകും. മറ്റൊരു കാര്യം അവർ തെറ്റിദ്ധരിച്ചതെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഒരു സൈനിക നീക്കം നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സൈനിക നീക്കം നടത്താതെ യേശു ഒരു സാധാരണക്കാരനായി ഈ ഭൂമിയിൽ വന്നു. ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ, ഒരു യഹൂദ കുടുംബത്തിൽ തന്നെ, ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ തന്നെ പരിപൂർണമായ കലർപ്പില്ലാത്ത ഒരു യഹൂദനായി തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ പിറന്നു വീണു. യേശു കർത്താവ് ബേത്ലഹേമിൽ തന്നെ ഒരു കന്യകയിൽ പൂജാതനായി. യേശു ക്രിസ്തു മോശയെപ്പോലെ ഒരു പ്രവാചകനായിരുന്നു. മോശ ദൈവത്തെ മുഖാമുഖം കണ്ടു. യേശു കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തെ മുഖാമുഖം എന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് മാത്രമല്ല, മുഖാമുഖം ദർശിച്ച മറുരൂപമലയിലെ ദൃശ്യം പോലും വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ സ്പഷ്ടമാണ്. മോശയെ പോലെയുള്ള ഒരു പ്രവാചകൻ മാത്രമായിരുന്നില്ല യേശു. യേശു മോശയിലും വലിയവനായിരുന്നു. യഹൂദന്മാരെ അവരുടെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് മോശ വിടുവിച്ചുവെങ്കിൽ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ, യഹൂദന്മാരുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരെയും, ഈ ഭൂമിയിലുള്ള സകലരെയും രക്ഷിച്ചത് അവരുടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മോശ യഹൂദന്മാരെ കനാൻ നാട്ടിലേക്കാണ് കൊണ്ടുപോയതെങ്കിൽ യേശു തന്നിൽ വിശ്വാസമർപ്പിക്കുന്നവരെ കൊണ്ടുപോകുന്നത് ഈ ഭൂമിയിലുള്ള ഒരു സ്ഥലത്തേക്കല്ല, എന്നാൽ സ്വർഗത്തിൽ സ്വർഗീയമായതിലേക്ക് കൊണ്ടുപോകുന്ന മോശയിക ശുശ്രൂഷ അതിലും വലിയ രീതിയിൽ ചെയ്ത ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ മശിഹയായി യഹൂദന്മാർ അംഗീകരിച്ചില്ല. യേശു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തു. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് ലേവി ഗോത്രത്തിൽ പിറന്നവരാണ്. എന്നാൽ യേശു ക്രിസ്തു ചെയ്ത പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് ലേവി ഗോത്രത്തിന് പൗരോഹിത്യം ലഭ്യമാകുന്നതിന് മുമ്പ് പൗരോഹിത്യം ലഭ്യമായ ഒരു വ്യക്തിയാണ് ശാലേം രാജാവായ മൽക്കിസദേക്ക്. യേശു ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് എന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യം തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാതെ, പാപം ഇല്ലാതെ ഈ ഭൂമിയിൽ പിറന്ന ദൈവത്തിൻ്റെ സ്വർഗീയനായ മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ നിർദോഷനും നിഷ്കളങ്കനുമായ മഹാപുരോഹിതനായ യേശുവിനെ അവർ അറിയാതെ പോയി. യേശു ഒരു രാജാവായി ഈ ഭൂമിയിൽ പിറന്നു. യേശു ക്രിസ്തു ജനിച്ചത് തന്നെ കിങ്ലി ട്രൈബിലാണ്, അഥവാ രാജകീയ വംശപാരമ്പര്യത്തിലാണ്, ഗോത്രത്തിലാണ്, യഹൂദ ഗോത്രത്തിലാണ്. യഹൂദന്മാരുടെ രാജാവായി യേശു പിറന്നു വീണു. പീലാത്തോസിൻ്റെ മുൻപിലും യേശു കർത്താവ് ആ സ്വീകാര്യം ഏറ്റെടുത്തു. ഇനിയും യേശു ക്രിസ്തു രാജാവായി തൻ്റെ നിത്യരാജ്യത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മേൽ തൻ്റെ രാജ്യത്വം വെക്കുന്നതിന് വേണ്ടി സമയമായി എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. യേശു ക്രിസ്തു പണിത ആലയം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ യെരുശലേമിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ആലയമല്ല, എന്നാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഒരു ദൈവാലയമാക്കുന്ന ശുശ്രൂഷയാണ് യേശു ചെയ്തത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ആലയമായി തീരുകയാണ്. ഒരു ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഓരോ വ്യക്തികളിലും, ഓരോ വ്യക്തികളുടെ ആത്മാക്കളിലും നടക്കുന്ന വലിയ പ്രവൃത്തിയാണ്. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഗോത്രങ്ങളിലും, വംശങ്ങളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ, അടിമ ഉടമ വ്യത്യാസമില്ലാതെ, ഏത് ഭവനങ്ങളിൽ താമസിക്കുന്നവർക്കും ഏത് സ്റ്റാറ്റസ് ഉള്ളവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കത്തക്ക രീതിയിൽ ഓരോരുത്തരെയും ആലയമാക്കിയെടുക്കുന്ന ശുശ്രൂഷയാണ് യേശു കർത്താവ് ചെയ്തത്. യേശു ക്രിസ്തു മനുഷ്യരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. യഹൂദന്മാർ വിശ്വസിച്ചതുപോലെ റോമക്കാരുടെ അടിമത്തത്തിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വമാണ്. അതിൽ നിന്ന് യേശു മോചനം നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു മശിഹയാണ്. യഹൂദന്മാർ പ്രതീക്ഷിച്ചതിലും
അപ്പുറമുള്ള മശിഹ, കരിസ്മാറ്റിക് ലീഡർ, ദൈവത്തിൻ്റെ പ്രസാദവർഷം ഈ ഭൂമിയിലേക്ക് പ്രഘോഷിച്ച ദൈവത്തിൻ്റെ അഭിഷക്തനായ മശിഹയായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ അവർ തെറ്റിദ്ധരിച്ചു. കാരണം അവരുടെ മതം എന്ന് പറയുന്നത് വളരെ റിജിഡായിരുന്നു. അവർ കപടഭക്തി ഉള്ളവരായിരുന്നു. അവർ കോംപ്രമൈസിന് തയ്യാറായില്ല. വചനം അവരുടെ തലയിലുണ്ടായിരുന്നു, അവരുടെ ഹൃദയത്തിലില്ലായിരുന്നു. വചനം അവരുടെ നാവിലുണ്ടായിരുന്നു, അവരുടെ ആത്മാവിലില്ലായിരുന്നു. വചനത്തിൻ്റെ പ്രതീക്ഷകൾ അവരുടെ മുൻപിലുണ്ടായിരുന്നുവെങ്കിലും അവർ യേശു ക്രിസ്തുവിൽ തട്ടി വീണു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീരും എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. യഹൂദന്മാർ കേൾക്കേണ്ട കാര്യമാണിത്. ബെഞ്ചമിൻ നെതന്യാഹു കേൾക്കേണ്ട കാര്യമാണിത്. നിങ്ങളുടെ മശിഹയ്ക്ക് വേണ്ടി നിങ്ങളിനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മശിഹ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞു. നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ഭൂമിയിലെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുൻപിൽ നടക്കുന്ന സൈനിക നീക്കങ്ങളിലൂടെ ലഭ്യമാകുന്ന ഐഹിക രാജ്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ആത്മീയ രാജ്യമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടിമത്വമാണ്, മരണത്തിൻ്റെ അടിമത്വമാണ്. അതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ദൈവത്തിൻ്റെ മഹാപുരോഹിതനും രാജാവും പ്രവാചകനുമാണ് യേശു ക്രിസ്തുവാകുന്ന മശിഹ എന്നുള്ളത് യഹൂദന്മാർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഇത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. യഹൂദനായ യേശു ഈ ഭൂമിയിൽ പിറന്നുവെങ്കിലും യഹൂദന്മാർക്ക് മാത്രമുള്ള ഒരു ജനനമല്ല യേശു ക്രിസ്തുവിൻ്റെ ജനനം. യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവരുടെയൊക്കെയും വീണ്ടെടുപ്പുകാരനും മശിഹയുമാണ് ഈ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന സമയത്ത് യേശു മശിഹയാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന സാധുക്കളായ ആട്ടിടയന്മാർക്ക് മനസ്സിലായി. ആലയത്തിൽ എപ്പോഴും കാത്തിരുന്ന ശിമയോന് മനസ്സിലായി. യേശു കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച പത്രോസിന് മനസ്സിലായി, അത് ഏറ്റുപറഞ്ഞു. ശിഷ്യന്മാർക്ക് മനസ്സിലായി, സഭാപിതാക്കന്മാർക്ക് മനസ്സിലായി, സാധാരണക്കാർക്ക് മനസ്സിലായി, ബലഹീനരായവർക്ക് മനസ്സിലായി, ജ്ഞാനമില്ലാത്തവർക്ക് മനസ്സിലായി. യഹൂദൻ മനസ്സിലാക്കുവാൻ പരാജയപ്പെട്ടു. എന്നാൽ യഹൂദൻ്റെ പരാജയം നമ്മളുടെ വിജയമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷക്തനായ മശിഹയായി, നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആ മശിഹയായി നാം സ്വീകരിക്കുമ്പോൾ നാം വിജയിക്കുകയാണ്. യഹൂദൻ പുറകെ വരുന്നുണ്ട്. അവർ പരിപൂർണമായും ഈ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന നാളുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി അവർ ഈ പറയുന്ന പോലെ മിലിറ്ററി ആക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഹൃദയം തകർന്ന് അവർ പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ദർശനം അവർക്കുണ്ടാകും. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഉൾപ്പെടെ. അത് അവർ എത്ര നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്രയും നല്ലത്. എന്നാൽ അതിനും ഒരു കാലക്രമമുണ്ട്. ഒരു എതിർ ക്രിസ്തു വരണം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലൂടെ അവർ കടന്നു പോകണം. എതിർ ക്രിസ്തുവിന് അവരുടെ ജീവിതത്തെ അവർ സമർപ്പിക്കണം. എതിർ ക്രിസ്തു അവരെ ചതിക്കും. എതിർ ക്രിസ്തു അവർക്ക് ഒരു ആലയം പണിതു കൊടുക്കും. എതിർ ക്രിസ്തു ആ ആലയത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ തന്നെ ഒരു ഇമേജ്, ഒരു ബിംബം, ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കും. അതോടുകൂടി യഹൂദന് മനസ്സിലാക്കും എതിർ ക്രിസ്തു അല്ലായിരുന്നു മശിഹ എന്ന് അവർക്ക് മനസ്സിലാകും. അവർ എതിർ ക്രിസ്തുവുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ റിഗ്രറ്റ് ചെയ്യും. അവർ ഒളിച്ചു പാർക്കുന്ന ഒരു സമയമുണ്ട്, 3.5 വർഷം. അതിനുശേഷം അവർ മനസ്താപത്തിലൂടെ കടന്നുപോയി യേശു ക്രിസ്തുവാകുന്ന കുത്തിയെങ്കിലേക്ക് അവർ നോക്കുന്ന സമയത്ത് യേശു ക്രിസ്തു മഹത്വത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ പദ്ധതി. നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആകരുത്. യഹൂദൻ കാണിച്ച മിസ്റ്റേക്ക്, തെറ്റ് നമ്മൾ ആവർത്തിക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ യേശു ക്രിസ്തുവിന് തുറന്നു കൊടുക്കുക. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപവഴികളെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് കൃപയും ശക്തിയും നൽകുമാറാകട്ടെ. യേശുവിൻ